അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദമ ഫിൽ മില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമിൽക്കില്ല. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം പലപ്പോഴും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ജുമഅക്ക് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിസ്കാരം തുടങ്ങുന്ന സമയത്ത്, ഫർദ് നിസ്കാരം തുടങ്ങാൻ പോവുകയാണ് ജമാഅത്തായി. അപ്പോൾ ഒരാൾ പള്ളിയിലേക്ക് കയറി വരികയാണ്. കയറി വരുന്ന ഉടനെ അവർക്ക് ജമാഅത്തിൻ്റെ ആ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയാണ്. ജമാഅത്തിൻ്റെ കൂലി, റക്അത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ അവൻ വന്ന ഉടനെ, പള്ളിയിൽ കയറിയ ഉടനെ തഹ്യ്യത്ത് നിസ്കരിക്കണമെന്നാണല്ലോ നിയമം പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു യൂട്യൂബിൽ പറഞ്ഞിരുന്നു. എന്നാൽ അവൻ വന്ന ഉടനെ അവിടെ ജമാഅത്ത് തുടങ്ങി, അവൻ്റെ ജമാഅത്ത് റക്അത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അവിടെ. എന്നാൽ അല്ലെങ്കിൽ ജമാഅത്ത് തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഇവനെ ഓടി വന്നിട്ട് പെട്ടെന്ന് അവിടെ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻക്ക് ഈ ഒന്നാമത്തെ റക്അത്ത് തന്നെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ അവൻക്ക് അവിടെ നിസ്കരിക്കൽ അവിടെ അവൻ തഹ്യ്യത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. അപ്പോൾ തഹ്യ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അവിടെ നിന്ന് കൊടുത്താൽ മതി. പള്ളിയിൽ ഇരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കുന്നതാണല്ലോ തഹ്യ്യത്ത്. അപ്പോൾ തഹ്യ്യത്ത് നിസ്കരിക്കാണ്ട് അവിടെ തന്നെ നിന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കാമത്ത് കൊടുത്തിട്ട് നിസ്കരിക്കുമ്പോൾ അതിലേക്ക് കൂടുകയാണ് വേണ്ടത്. പിന്നെ പല ആളുകളുണ്ട്, കുത്തുബ നടക്കുമ്പോൾ, മേറാബിൽ കുത്തുബ ജുമാക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഓടി വരും. കുത്തുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുവ തഹ്യ്യത്ത് നിസ്കരിക്കും ഇങ്ങനെ നിൽക്കുകയാണ്. കുത്തുബൻ്റെ സമയത്ത് പിന്നെ അവൻ എന്ത് ചെയ്യണം? കുത്തുബ ഓതുമ്പോൾ ചിലപ്പോൾ ഖതീബുമാർ തന്നെ, ഞാൻ ചില സ്ഥലത്ത് കണ്ടതാണ്, ഒരു സ്ഥലത്ത് ഞാൻ കണ്ടു, ഖതീബ് മിഹ്റാബിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വേഗം വന്നിട്ട് എന്താക്കുകയാണ്? തഹ്യ്യത്ത് നിസ്കരിക്കുകയാണ്. ഖതീബ് അവിടെ തഹ്യ്യത്ത് നിസ്കരിക്കല്ല വേണ്ടത്, വന്നാൽ ഉടനെ കുത്തുബ ഓതാണ് വേണ്ടത്. നിസ്കരിക്കൽ കറാഹത്താണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടാൽ അവിടെ നിങ്ങൾ എന്താക്കാൻ പാടില്ല? തഹ്യ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിസ്കരിക്കൽ കറാഹത്താണ്, നിന്ന് കൊടുത്താൽ മതി. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, തഹ്യ്യത്ത് നിസ്കരിക്കാൻ പറ്റാത്ത അവസരം വന്നു കഴിഞ്ഞാൽ അവൻ ചെല്ലേണ്ട ദിക്ർ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ യൂട്യൂബ് നോക്കിയാൽ അത് കിട്ടും, അതിൽ പറയുന്നുണ്ട്. ചെല്ലേണ്ട ദിക്ർ പറയുന്നുണ്ട്, അത് നിങ്ങൾ നോക്കുകയും പഠിക്കുകയും ചെയ്യണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, പള്ളിയിലേക്ക് കയറി വരുമ്പോൾ നിസ്കരിക്കുന്ന തഹ്യ്യത്ത് കറാഹത്താകുന്ന കോലമാണിപ്പോൾ ഞാൻ പറഞ്ഞത്. ജമാഅത്ത് തുടങ്ങുന്ന അവസരത്തിൽ നിങ്ങൾ വന്നിട്ട് ഇവിടെ തഹ്യ്യത്ത് നിസ്കരിച്ചിട്ട് പിന്നെ അല്ല ജമാഅത്തിൽ പോകാൻ പാടില്ല. നിങ്ങൾ അങ്ങോട്ടേക്ക് ജമാഅത്ത് തുടങ്ങണം. കാരണം അവിടെ റക്അത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ മഹത്വം പോകുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇവിടെ കറാഹത്ത് എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. പള്ളിയിലേക്ക് കയറി വന്നാൽ, ഒന്നുമില്ലെങ്കിൽ പള്ളിയിലേക്ക് കയറി വന്നാൽ ചെല്ലേണ്ട ദിക്ർ ചൊല്ലിയിട്ട് തഹ്യ്യത്ത് നിസ്കരിക്കണം. അപ്പോൾ ഇവിടെ ജമാഅത്തായി തുടങ്ങുന്ന അവസരം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജമാഅത്ത് തന്നെ തുടങ്ങണം, അല്ലാതെ തഹ്യ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അതൊരു മസ്അലയാണ്, പഠിച്ചു വെക്കുന്നതിൻ്റെ പോണം. അപ്പം അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റുന്നുണ്ട്? അവിടെ തഹ്യ്യത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. നിങ്ങൾ അവിടെ ജമാഅത്ത് തുടങ്ങുന്ന അവസരത്തിൽ നിങ്ങൾ തുടങ്ങൽ തന്നെ അത് കറാഹത്താണ് എന്നുണ്ട്. അതുപോലെ തന്നെയാണ് കുത്തുബന്റെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, പള്ളിയിൽ പ്രവേശിച്ച് ഖതീബിനും കറാഹത്താണ്. അതുപോലെ വരുന്ന ആളുകൾക്കൊക്കെ കയറി വരുമ്പോൾ അവിടെ കുത്തുബ ഓതുമ്പോൾ നിങ്ങൾ നിസ്കരിക്കേണ്ടതില്ല, നിസ്കരിക്കൽ കറാഹത്താണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഖതീബ് കുത്തുബ കേൾക്കണ വേണമല്ലോ. സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഒരു വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ ഒരു മിഹ്റാബിൻ്റെ മുകളിൽ 2 ആൾ കേട്ട കുത്തുബ ഓതി കണ്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാലം പോയ പോക്ക്. എന്താണ് അവിടെ നടന്നത്? എന്താണ് ഇതിന് അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? എന്തിനാണ് ഇത് ചെയ്യുന്നത്? സമൂഹത്തെ പറയിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഇവിടെ കാക്കട്ടെ. എന്നിട്ട് താഴെ അടിയും കൂടിയല്ല, അടിയാണ്. മുകളിൽ 2 ഉസ്താദ്മാർ കേട്ട് 2 ആളും കുത്തുപോതുകയാണ്. ഒരേ എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, കാണുന്നതും. അതുപോലെ ഒരുപാട് ആളുകൾക്കും ഇതിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്, എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെ ഞങ്ങൾ ഇന്ന് വരെ ഒരേ സമയത്ത് ഒരു മിഹ്റാബിൻ്റെ മുകളിൽ കയറി 2 ആൾ ഒരു മിഹ്റാബിൻ്റെ മുകളിൽ കയറി 2 ആൾ ഒരേ സമയത്ത് കുത്തുപോകുന്നത് നമ്മളുടെ കണ്ടില്ല. ഞാനില്ല, വേറെ ആരും കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. എവിടെയാണ് ഇവിടെ കാലം സമുദായത്തെ പറയിക്കുന്നത്? എന്ത് പറ്റിപ്പോയി? അതിനെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ആ എന്തിനാണ് അത് ചെയ്തത് എന്ന് പഠിക്കണം. എന്നിട്ട് അവരുടെ നിയമങ്ങൾ ആ ഓതുന്ന ഉസ്താദിരിക്കും മനസ്സിലാക്കിക്കൂടെ? 2 ഉസ്താദ്മാർ ഓതുമ്പോൾ 2 ആളിൽ ഒരാൾക്ക് ബുദ്ധിയൊന്നും കൊടുത്തിട്ടില്ലേ? എന്തിനാണ് സമുദായത്തെ പറയിക്കുന്നത്? എന്നിട്ട് 2 ഗ്രൂപ്പിൻ്റെ വിഷയത്തിലാണെന്നൊക്കെ പറയുന്നത് എന്തിനാണ്? ഒരിക്കലും അങ്ങനെയല്ലേ അല്ല. സുന്നികൾ എല്ലാം എപ്പോഴും ഒറ്റക്കെട്ടാണ്, ഒന്നാണ്. അത് ഏത് ഗ്രൂപ്പായാലും സുന്നത്ത് ജമാഅത്ത് ഒറ്റക്കെട്ടാണ്. അതിൽ യാതൊരു വിഷയമില്ല. ഈ വിഷയത്തിൽ എല്ലാ സുന്നികളും എതിർക്കുകയാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവങ്ങളെ, അങ്ങനെയുള്ള സമൂഹത്തിലെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പള്ളിയിലേക്ക് വരുമ്പോൾ കറാത്താകുന്ന തഹീദ് നിസ്കരിക്കൽ കറാത്താകുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ, നമ്മൾ നിസ്കാരം തുടങ്ങുന്ന സമയത്ത് ജമാഅത്ത് നഷ്ടപ്പെട്ടു, നിസ്കാരം ഒരു റക്അത്തൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ തഹീദ് നിസ്കരിക്കേണ്ടതില്ല, കറാത്താണ്. കുത്തുപോകുന്ന സമയത്തൊക്കെ ഓടി വന്നിട്ട് പിന്നീട് കുത്തുപോകുന്നോ അല്ലെങ്കിൽ കത്തി വരുമ്പോൾ അവിടെ വന്ന് തഹീദ് നിസ്കരിക്കൽ എന്താണ്, അതിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം, പഠിക്കുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കാൻ, നല്ല മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ കുത്തുബ ഓതുന്നവർക്ക് അള്ളാഹു തആല, ഓതിയ ഉസ്താദുമാണല്ലോ, എന്തിൻ്റെ പേര് നമുക്കറിയില്ല, അള്ളാഹു തആല അവർക്ക് മാഫ് ചെയ്ത് കൊടുക്കുമാറാവട്ടെ. സമുദായത്തിലൊക്കെ എല്ലായിടത്തും വൈറലായിപ്പോയല്ലോ. അതുകൊണ്ട് ആ വൈറലായ വീഡിയോ ഉണ്ടെങ്കിൽ അത് ആരാണോ ഇട്ടത് അതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് അത് സമുദായത്തിന് മുന്നിൽ മറച്ചു വെക്കാൻ വേണം. അതെങ്ങനെ പ്ലേസ് ആക്കി ഇതാക്കേണ്ടതില്ല, അത് അവിടെ കാദിമാർദിൻ്റെ തീരുമാനം എടുത്തോളും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ നല്ല നല്ല മാസങ്ങൾ റജബ് നമ്മളോട് വിട പറയാൻ അത്രേ ദിവസങ്ങളുള്ളൂ. പിന്നെ ശഅബാനിലേക്ക് റമളാനിലേക്ക് അടുക്കും. അതുകൊണ്ട് നല്ല നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.